സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിരിക്കുന്നത് ഇന്നലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം തന്നെയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘികളുടെ ഈ പറയുന്ന ഇലക്ഷന് വേണ്ടിയിട്ടുള്ള പ്രചാരണങ്ങളൊക്കെ എല്ലായിടത്തും സംഘികൾ മാത്രമല്ല എല്ലാ ആളുകളും പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽ സംഘികളുടെ പ്രചാരണങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള രീതികളും അവരുടെ വ്യത്യസ്ത തലങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മുതിർന്ന സംഘി നേതാവ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലത്തിൻ്റെ വീഡിയോ ഒക്കെ വെച്ചിട്ട് ഒരു വിദ്വേഷ പരാമർശം നടത്തുകയുണ്ടായി. നിങ്ങളെല്ലാവരും കണ്ടതാണ്, നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി പറയാൻ വേണ്ടിയിട്ടല്ല, അതിൻ്റെ ഒരു ബാക്കി ഇന്ന് വന്നിരിക്കുന്ന അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വർഗീയ പരാമർശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതായത് മറ്റ് മതത്തിൽപ്പെട്ട ആളുകളെ പറ്റി ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളെ പറ്റിയും ഒരുമിച്ച് പറയുന്ന, അതായത് അവരെ രണ്ടുപേരെയും കൂടി താരതമ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന വൃത്തികെട്ട വർഗീയത. അതിൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു ക്ഷേത്രമായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഗുരുവായൂരിൽ ഇത്രയും നാളും ഉണ്ടായിരുന്നത് ഹിന്ദു അല്ലാത്ത MLA-മാരാണ്. അവിടെ മുസ്ലിങ്ങളെയും മറ്റ് ക്രിസ്ത്യാനികളെയും ഒക്കെ മത്സരിപ്പിച്ചുകൊണ്ട് UDF-ഉം ഇടതുപക്ഷവും എല്ലാം വൃത്തികെട്ട കളികൾ കളിച്ചുകൊണ്ട് തന്നെ ഹിന്ദു സംസ്കാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഞാൻ ആദ്യം ഈ കഴിഞ്ഞ ദിവസം അയാൾ പങ്കുവച്ചിരിക്കുന്ന അയാൾ പറഞ്ഞിരിക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. വിവാദപരമായിട്ടുള്ള വീഡിയോ. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: 48% ഹിന്ദു ജനസംഖ്യയുള്ള മണ്ഡലത്തിൽ LDF-ഉം UDF-ഉം മത്സരിപ്പിക്കുന്നത് മുസ്ലിം സ്ഥാനാർത്ഥികളെ മാത്രം. വർഗീയ പ്രചാരണം ലക്ഷ്യമിട്ടുള്ള ഗോപാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സോഷ്യൽ മീഡിയ പോസ്റ്റിനെതിരെ പോലീസിൽ പരാതി നൽകി KSU നേതാവ് ഗോകുൽ ഗുരുവായൂർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ വന്നിരിക്കുന്നത്. മലയാളം പങ്കുവച്ചിരിക്കുന്ന വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് എന്തായാലും ബാക്കി വീഡിയോയിലേക്ക് നേരെ പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ആ വീഡിയോ കാണാം. ഇതാ നോക്കിക്കോ. കൊള്ളാലോ. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ. എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല? അരനൂറ്റാണ്ട് കാലത്തെ അമ്പലക്കൊള്ളക്കാരുടെയും അമ്പലവിരോധികളുടെയും തടവറയില്ലെന്നോ? ഈ ഗുരുവായൂരപ്പന്റെ മണ്ണിനെ മോചിപ്പിക്കാനാണ് എന്നെ ഗുരുവായൂരപ്പൻ വിളിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവണം. നമ്മൾ പണ്ട് ദൈവം എന്നൊരു 4 വരയൊക്കെ ഇട്ടിട്ട് ദൈവം എന്ന് എഴുതുന്നുണ്ട്. അതായത് 11 ഇത് ദൈവത്തിൻ്റെ നമ്പറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ എഴുതിയിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ ഇപ്പോഴും അന്നത്തെ എഴുത്തിൽ വിശ്വസിച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അതായത് ഗോപാലകൃഷ്ണൻ പറയുന്നത്, എന്നെ ഗുരുവായൂരപ്പൻ വിളിച്ചത് ഇതിനു വേണ്ടിയാണ്, ഹിന്ദു സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഒരു സംരക്ഷകനായിട്ടാണ് എന്നെ ദൈവം വിളിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ ഇടതും വലതുമുള്ള പാർട്ടികൾ നിർത്തുന്ന മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയുമാണ്, ഹിന്ദുക്കളെ നിർത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഹിന്ദുവിൻ്റെ മതവികാരം വ്രണപ്പെടുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഗോപാലകൃഷ്ണൻ അണ്ണൻ പറയുന്നത്. ഗോപാലകൃഷ്ണൻ പറയുന്നത്, അങ്ങനെ വിളിക്കണമല്ലോ. അപ്പോൾ ആ പറഞ്ഞതിന് വലിയ രീതിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രചാരണം നടത്തിയതിന് റിപ്പോർട്ട് തേടി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റ് പുതിയത് വന്നിരിക്കുന്നത്. അത് ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യത്തിനെ എല്ലാ ആളുകളും ചർച്ച ചെയ്ത് ഒരുപാട് മാധ്യമങ്ങളിൽ ഒരുപാട് ഇടങ്ങളിലൊക്കെ ഇത് ചർച്ച ചെയ്യപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഇവർക്കൊരു നല്ല പ്രചാരണം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിലൊരു മീഡിയ പ്രസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ വർഗീയത തുപ്പുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവരുടെ ഉള്ളിൽ അല്ലെങ്കിലും വർഗീയതയാണുള്ളത്, അല്ലേ? വർഗീയത തളം കെട്ടി കിടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് സംഘികളുടെ കൂട്ടത്തിലുള്ള സംഘികൾ. അപ്പോൾ അങ്ങനെ ആ വർഗീയത തുപ്പാൻ വേണ്ടിയിട്ടാണ് ഇവർ സംഘികളായിട്ട് ചേരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചേർന്നതിന് ശേഷം ആ ഒരു മീഡിയ പ്രസൻസ് കിട്ടാനും മീഡിയയിൽ ഒരു സ്ക്രീൻ പ്രസൻസ് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഇവർ കളിക്കുന്ന വൃത്തികെട്ട കളികൾ അതവർ സക്സസ് ആവുന്നുണ്ട് കേട്ടോ. അവർക്ക് ഇലക്ഷന് വോട്ട് കിട്ടുമോ ഇല്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷേ അവരെ മാധ്യമങ്ങളെല്ലാവരും എടുത്ത് കൊട്ടി ഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് പിന്നാലെ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോടെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഈ ഭരണകൂടങ്ങൾക്ക് ഒന്ന് വികസനം വേണ്ട, രണ്ട് ഗുരുവായൂർ തകർക്കണം. ഗുരുവായൂരപ്പനിൽ വിശ്വസിക്കുന്ന, ഗുരുവായൂർ നടയിൽ നിന്നിട്ട് ഈ ഗുരുവായൂരിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരു MLA ഇവിടെ ഉണ്ടോ? വിളക്ക് കത്തിക്കുന്നത് ഹറാമാന്ന് പ്രഖ്യാപിക്കുന്ന ഒരു MLA, ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് മിത്താണ് എന്ന് പറയുന്ന വേറൊരു MLA. അപ്പൊ ഈ ഗുരുവായൂർ ക്ഷേത്രവും അതിന്റെ ചൈതന്യവും അതിന്റെ പരിപാവനത്വവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഗുരുഭവനപുരിയിൽ ഈ വിരുദ്ധം സമീപനമുള്ളവരല്ലേ ഇവിടെ MLA-മാരായി വരുന്നത്? എന്തുകൊണ്ട് ഈ പാർട്ടികൾ, ഇടതുപക്ഷവും വലതുപക്ഷവും, ഞാൻ വീണ്ടും 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 ഉന്നയിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഈ ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA വിൽക്കാത്തത്? ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഇവിടെ കൃഷ്ണദാസ് എന്ന് പറയുന്ന ഒരു മുനിസിപ്പാലിറ്റി ചെയർമാനുണ്ട്. ആ കൃഷ്ണദാസ് 2 പ്രാവശ്യം ചെയർമാനായി. മനസ്സിലാവുണ്ടോ? ഈ ഇവിടുത്തെ ഇപ്പോഴത്തെ CPM-ന്റെ MLA ചാവക്കാട് മുനിസിപ്പൽ ചെയർമാനായിരുന്നു, ഒറ്റ പ്രാവശ്യം. അയാൾ ചാവക്കാട് മുനിസിപ്പൽ ചെയർമാനായി നേരെ സ്ഥാനക്കയറ്റം കൊടുത്തു. എന്തേ കൃഷ്ണദാസിന് കൊടുത്തില്ല? അപ്പൊ വളരെ കൃത്യമാണ് കാര്യങ്ങൾ കൃത്യമാണ്. ഗുരുവായൂര് ഒരു ഹിന്ദു MLA ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ഇവരുടെ താല്പര്യമാണ്. ആ താല്പര്യം ഞാൻ തുറന്നു കാട്ടും.
അതിന്റെ പേരിൽ കേസല്ല. ഇവര് എന്ത് വിചാരിച്ചാലും ഇവർക്കൊരു ചുക്കൂല. ഹിന്ദു വിഷയങ്ങൾ അതിശക്തമായി ഉന്നയിക്കും. എൻ്റെ പൊന്നെ, ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് അതിരൂക്ഷമായി അല്ലെങ്കിൽ വളരെയേറെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് പ്രസ്താവനകൾ നടത്തുന്ന അല്ലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ഒരു കൂട്ടമാണ് ഞങ്ങളെന്ന് വീണ്ടും പറയാനായിട്ട് ശ്രമിക്കുന്ന ഒരു കൂട്ടം സംഘിക്കുട്ടന്മാരുടെ മൂത്ത തലവനായിട്ടുള്ള ബി ഗോപാലകൃഷ്ണൻ്റെ പ്രസ്താവനയാണ് നിങ്ങൾ കണ്ടത്. അതായത് വിളക്ക് കത്തിക്കുന്നത് പോലും ഹറാമാണെന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മുസൽമാനെയാണ് ഇവിടെ MLA ആയിട്ട് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു MLA നിർത്തിയിരിക്കുമ്പോൾ, അങ്ങനെ ഒരു മുസൽമാനെ നിർത്തിയിരിക്കുമ്പോൾ, അല്ല മറ്റ് അന്യമത വിഭാഗത്തിൽപ്പെട്ടവരെ നിർത്തിയിരിക്കുമ്പോൾ എങ്ങനെയാണ് ഹിന്ദുക്കളുടെ മതത്തിൻ്റെ ഒരു വികാരത്തിനെ അവർക്ക് നേരാം വണ്ണം നോക്കി കാണാനായിട്ട് സാധിക്കുക? അതായത് ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നൊരു മിത്താണെന്നും ഗുരുവായൂർ അമ്പലം എന്നൊക്കെ പറയുന്നൊരു സങ്കല്പമാണെന്നും ഗുരുവായൂരിലുള്ള വിളക്ക് കത്തിക്കുന്നതൊക്കെ വെറുതെ ആണെന്നും ഒക്കെ പറയുന്ന ഒരു കൂട്ടം ആളുകളെയാണ് MLA ആയിട്ട് നിർത്തിയിരിക്കുന്നതെന്നാണ് ബി ഗോപാലകൃഷ്ണൻ പറയുന്നത്. അതെന്താണ്, എത്രത്തോളം വസ്തുതയുണ്ടെന്നുള്ളൊരു കാര്യത്തിൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന ഇങ്ങനെയുള്ള സംഘികളുടെ ഒരു കൂട്ടം തന്നെയല്ലേ സംഘികളുടെ എല്ലാ കൂട്ടത്തിലുമുള്ളത്? സുരേഷ് ഗോപിജി അടക്കം അവരുടെ കൂട്ടത്തിലുള്ള സംഘിച്ചായ്വുള്ള എല്ലാ ആളുകളുടെയും മതത്തിലുള്ള എല്ലാ ആളുകളുടെയും മനസ്സിലുള്ളൊരു ചിന്ത അല്ലെങ്കിൽ എല്ലാ ആളുകളുടെയും മനസ്സിലുള്ളൊരു വിചാരം, ഇവിടെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹിന്ദു MLA വേണം. അല്ലെങ്കിൽ ഹിന്ദു MLA ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നതെന്ന് അറിയിക്കുന്ന ഒരു മുസ്ലിം എങ്കിലും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയാണെങ്കിലും മതി. പക്ഷേ അത് ഇവർക്ക് പറ്റത്തില്ല, ഇവർക്ക് ഹിന്ദു തന്നെ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ഗോപാൽജി 8 നില പൊട്ടുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് വർഗീയത തുപ്പാനല്ലാതെ ദേവന്മാർക്ക് വേറൊന്നും അറിയില്ല. അവിടെ നിന്നുകൊണ്ട് ഏതെങ്കിലും മനുഷ്യൻ്റെ ഏതെങ്കിലും വിഷമകരമായിട്ടുള്ള അവസ്ഥകളെ പറ്റിയോ ഏതെങ്കിലും മനുഷ്യൻ എന്തെങ്കിലും ക്ഷേമം കിട്ടുന്നതിനെ പറ്റിയോ ഒക്കെ സംസാരിക്കാൻ ഗോപാൽജി നിന്നെ കൊണ്ട് പറ്റുന്നുണ്ടോ? നിനക്കൊക്കെ പറയാനുള്ളത് വർഗീയത മാത്രമാണ്. വർഗീയത കയറി തലയിൽ പിടിച്ച് തളം കെട്ടിക്കിടക്കുന്ന നീയൊക്കെ വല്ല നെല്ലിക്കാത്തളം ഇടാനായിട്ടും പോകണം. അല്ലെങ്കിൽ ഇങ്ങനത്തെ പരാമർശങ്ങൾ നടത്താനായിട്ട് നിൽക്കരുത്. ഹിന്ദുക്കളായിട്ടുള്ള ഞാനൊരു ഹിന്ദു തന്നെയാണ്. അപ്പോൾ ഇവിടെ MLA ആയിട്ട് വരുന്നവർ ഹിന്ദു തന്നെ ആയിരിക്കണമെന്ന് നമുക്ക് ആർക്കും ഒരു നിർബന്ധമില്ല. വരുന്ന ആളുകൾ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ജനങ്ങൾ നോക്കുക. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി, ഒരു MLA അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രി ആയിക്കോട്ടെ, ഇവരൊക്കെ എന്താണ് ആ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്? തങ്ങൾ കൊടുത്ത വോട്ട്, തങ്ങളുടെ വോട്ട് പാഴായല്ലോ എന്നുള്ളത് ജനങ്ങൾ നോക്കിയിരിക്കുമ്പോൾ ഒരു ദൈവത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇങ്ങനെ വോട്ട് ചോദിക്കാനായിട്ട്, ഇങ്ങനെ വോട്ട് ചോദിക്കാനല്ല വോട്ട് ഇറക്കാനായിട്ട് നാണമാവില്ല, ലജ്ജയാവില്ല, ലേശമെങ്കിലും ഉളുപ്പില്ലേ? ഇത്രയധികം പ്രായമുള്ളൊരു മനുഷ്യനല്ലേ ഗോപാൽജി നിങ്ങൾ? നിങ്ങളുടെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വിദ്വേഷ പരാമർശങ്ങൾ വരാതെ ഇരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കണ്ടേ? പക്ഷേ നിങ്ങളുടെയൊക്കെ ഒരു മൂലബിന്ദു അല്ലെ നിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയൊരു ആയുധം, വജ്രായുധം എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുക എന്നുള്ളതാണ്. കുംഭമേള മലപ്പുറത്ത് വന്നപ്പോൾ മലപ്പുറത്ത് പറയുന്ന മറ്റുള്ള മുസ്ലിങ്ങളാണ്, ക്രിസ്ത്യാനികളാണ്, മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെയും പല രീതിയിലുള്ള കളികളൊക്കെ ഇവന്മാർ കളിച്ചതാണല്ലേ. ഏതൊക്കെ കളികൾ കളിച്ചിട്ടും ഒന്നുമെങ്ങും എത്താതെ പോയത് മനസ്സിലായപ്പോൾ തന്നെ കളികൾ വേറെ രീതിയിലേക്ക് വളച്ചൊടിച്ചുകൊണ്ട് വേറെ രീതിയിലേക്ക് പരാമർശങ്ങളുമായിട്ടൊക്കെ വന്ന ഗോപാലകൃഷ്ണൻ അടക്കമുള്ള പല ആളുകളെ നമുക്കറിയാം. അപ്പോൾ അങ്ങ് UPയിലും ബീഹാറിലും നടക്കുന്നത് എന്താണോ അത് ഇവിടെ കൊണ്ടുവരാനായിട്ടുള്ളൊരു ശ്രമം, ഈ ശ്രമം 8 നിലയിൽ പൊട്ടും. നമ്മുടെ ഇടതുപക്ഷ സർക്കാരൊക്കെ പറയുന്നത് പോലെ അല്ലെ വലതുപക്ഷം പറയുന്നത് പോലെ ഇവിടെ ഒരു അക്കൗണ്ട് തുടങ്ങാനായിട്ട് ഞങ്ങൾ സമ്മതിക്കണ്ടേ? ജനങ്ങൾ സമ്മതിക്കണ്ടേ? ഇടതുപക്ഷം വലതുപക്ഷം എന്നൊക്കെ പറയുന്ന അഭിപ്രായത്തിൽ 2 പാർട്ടിയാണെന്നുണ്ടെങ്കിലും ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന എല്ലാം നല്ല മനുഷ്യരാണ്, അല്ലാതെ നല്ല ജനങ്ങളാണ്. ആ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഇവിടെ ആര് വരണം, ആര് വന്നാൽ ഇവിടെ എന്തുണ്ടാവും. ഇവിടെ ക്ഷേത്രങ്ങളോ പള്ളികളോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളോ അല്ല പ്രധാനം. ഒരു മനുഷ്യന് അവർക്ക് സ്വൈര്യ ജീവിതം നയിക്കാനായിട്ട് സാധിക്കണം. അവർക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി സ്വതന്ത്രമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കണം. അവർക്ക് എന്തും എവിടെയും പറയാൻ, എവിടെയും ഇറങ്ങി നടക്കാൻ, അവർക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണം. അല്ലെങ്കിൽ പശുവിനെ കൊന്നു എന്നുള്ളതിൻ്റെ പേരിലോ പശുവിനെ കടത്തി എന്നുള്ളതിൻ്റെ പേരിലോ പശുവിൻ്റെ ചാണകത്തിൽ ചവിട്ടിയിട്ട് തൊട്ട് തൊഴുതില്ല എന്നുള്ളതിൻ്റെ പേരിലോ ആ ഒരു തല്ല് കൊള്ളാനായിട്ട് അവർക്കൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിങ്ങൾക്കൊരു കളം കിട്ടാത്തത്. എന്തിനാണ്? ചാണകം മെഴുകാനായിട്ടൊരു കളം കിട്ടാത്തത്. നമുക്കറിയാം പണ്ടത്തെ കാലഘട്ടങ്ങളിൽ നമ്മുടെയൊക്കെ വീടുകളിലെല്ലാം ചാണകവും ബാറ്ററിയൊക്കെ ഇട്ടിരുന്നാലും തറ മെഴുകിയിരുന്നത്, അല്ലെങ്കിൽ ചാണകം മെഴുകിയ തറയായിരുന്നു. അന്നൊക്കെ നമ്മൾ സംഘികളൊന്നുമല്ല, പക്ഷേ ചാണകം മെഴുകിയിരുന്നു. പക്ഷേ ഈ സംഘികൾ പറയുന്നത് പണ്ട് തൊട്ടേ ഞങ്ങളുടെ പശുവിൻ്റെ ചാണകം എടുത്തുകൊണ്ടാണ് നിങ്ങളൊക്കെ വീട് നിർമ്മിച്ചിരുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഒരു ദൈവമായിട്ട് തന്നെ നിങ്ങൾ കാണണമെന്നാണ്. ഈ ചിന്താഗതിയിൽ നിന്ന് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ സംഘികൾക്ക് പശുവിനോട് അത്രയധികം ഒരു വലിയ ആരാധന ഉണ്ടായത്. നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും ആദരണീയനായിട്ടുള്ള ഒരു മിടുക്കനായിട്ടുള്ള ഇരട്ടച്ചങ്കനായിട്ടുള്ള നമ്മുടെ VS അച്യുതാനന്ദൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പശു ഇവരുടെ മാതാവാണെന്നുണ്ടെങ്കിൽ ഈ പോത്തും കാളയുമൊക്കെ ഇവരുടെയൊക്കെ അച്ഛനാണെന്ന് പറയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അന്ന് അദ്ദേഹം ദീർഘവീക്ഷണത്തോടു കൂടി ഇന്ന് എന്തൊക്കെ ഉണ്ടാവാൻ പോകുന്നു മനസ്സിലാക്കി പറഞ്ഞൊരു വാക്കായിരുന്നു അത് തന്നെ ഇവർ കണ്ടിന്യൂ ചെയ്യുന്നു. ഹിന്ദു രാഷ്ട്രം
ഹിന്ദുരാഷ്ട്രം. എന്താണ് ഹിന്ദുരാഷ്ട്രം? എവിടെയാണ് ഹിന്ദുരാഷ്ട്രം? എന്തിനാണ് ഹിന്ദുരാഷ്ട്രം? ഹിന്ദുക്കൾക്ക് മര്യാദയ്ക്ക് ജീവിക്കാനായിട്ട് ഇപ്പോൾ ഉള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ധാരാളമാണ്. ഇനി അതിനപ്പുറത്തേക്ക് നിങ്ങൾ സംഘികളുടെ മെഴുകലുകൾ വേണ്ട. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തുറുങ്കിലടയ്ക്കുന്ന രാഷ്ട്രീയം, അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തല്ലിക്കൊല്ലുന്ന രാഷ്ട്രീയം, ഈ രാഷ്ട്രീയത്തിനോട് കേരളത്തിലെ ജനങ്ങൾക്ക് അത്ര താല്പര്യമൊന്നുമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും സംഘികളുടെ ഈ മെഴുകലുകൾ കണ്ടിട്ടൊന്നും ആരും വീഴാൻ പോകുന്നില്ല. സംഘികളുടെ ഈ മെഴുകലുകൾ കൊണ്ടൊന്നും കേരളത്തിൽ സീറ്റ് പിടിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കളിക്കാൻ പോകുന്ന കളികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രത്യേകിച്ച് കാത്തിരുന്ന് കാണേണ്ട കാര്യമില്ല. ഊപ്പിയിലും ബീഹാറിലും ഗുജറാത്തിലും ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാൽ മതി. സമാന സംഭവം തന്നെ ഇവിടെയും അരങ്ങേറും. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാതിരിക്കുക. വേടം പറയുന്നത് പോലെ, വീണ്ടും പറയണം, വേടം പറയുന്നത് പോലെ നോക്കി വോട്ട് ചെയ്യുക മക്കളെ, നോക്കി വോട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇങ്ങനെയുള്ള വർഗീയത തുപ്പുന്ന വർഗീയ വിഷങ്ങളെ എങ്ങനെയെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു മാറ്റണം. ഇനി ഇവിടെ ഒരു സംഘികളെന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഈ സംഘിച്ചായ്വുള്ളവരെ ഒന്നും നമുക്ക് അനുകൂലിക്കാൻ പാടില്ല. എന്തായാലും കേരളത്തിലുള്ള ജനങ്ങളെല്ലാം നോക്കി കണ്ട് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട്, പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും അറിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കണം. പുതിയൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ.